ആ മിലിറ്ററി വേഷം കേട്ടുകൊണ്ട് മറ്റേ തീവ്രവാദി ആക്രമണം നടന്നിടത്തേക്ക് ചെന്നിറങ്ങുക. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ശാന്തിവിള ദിനേശ് എന്ന് ഉറക്കെ വിളിക്കുക. പിന്നെ വല്ല 3 കോലിയോ 5 കോലിയോ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകുക. അവിടെ മരിച്ചുപോയ ആളുകളുടെ കുടുംബത്തിനൊരു സഹായമാകുമല്ലോ. പിന്നെ പോകുമ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് വാങ്ങി വേണേൽ ഫാൻസുകാർ പിള്ളേർ കൂടെ ചാടി ഇറങ്ങും. മേജറും ഉണ്ട് കേണലും ഉണ്ട്. ഇപ്പം ഇത് പറയുമ്പോൾ പറയുമായിരിക്കുമോ അത് മറ്റേ ബറ്റാലിയനല്ല ഈ ബറ്റാലിയനല്ലെന്നൊക്കെ. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു സ്ഥലത്തോട്ടൊക്കെ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരിടത്തും പോകേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. ഉണ്ടോ? ഓ അയ്യോ, അങ്ങനെ പോകണം. കാശ്മീരിൽ ലാൻഡ് സ്ലൈഡ് നടന്നിട്ടുണ്ട്. എന്താ പോവാത്തെ? പടമൊന്നും റിലീസ് ആവുന്നില്ലായിരിക്കും, ഇറങ്ങിയൊക്കെ പൊട്ടിയതുകൊണ്ടായിരിക്കും അല്ലേ? ഓടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഓടിച്ച് കണ്ടമ്പടി ഓടാൻ പറയാം. നീ ഏതാന്ന് ചോദിക്കും ആദ്യം. അന്നേരം കേണയാന്ന് മറ്റേതാന്ന് ചോദിക്കും. ഞാൻ മേജറാന്ന്, പഴയ മേജറാന്ന്. അല്ല പിന്നെ ഇറങ്ങിയേക്കോ, കോമാളി വേഷവും കിട്ടി കുറേ എണ്ണം. ഇതെന്നെ ഇപ്പൊ കോമാളിത്തരം കാണിക്കാൻ തോന്നുന്നില്ലേ? ചേടാ ഉത്തരവാദിത്തപ്പെട്ടവന്മാരാണല്ലോ പറയുമ്പോൾ എന്തൊരു ഉത്തരവാദിത്തമാണ്. അവിടെ ഉള്ളവർക്ക് വേറെ കാര്യമുണ്ടോ, ചിലപ്പോഴേ ഈ പ്രചോദനം കൊടുക്കാനുള്ള അങ്ങോട്ട് പോകുന്നത്. മൊറൽ ബൂസ്റ്റ് കൊടുക്കുമ്പോഴേക്കും ഇത് കാണുന്ന എല്ലാവരും കാണുമല്ലോ. ഇത് സോഷ്യൽ മീഡിയയിൽ ചെതറിക്കുമല്ലോ. അതിനാണല്ലോ പ്രധാനമായിട്ട് പോകുന്നത്. അപ്പൊ ഇത് ചെതറുമ്പോഴേക്കും ഇത് എല്ലാവരും കാണും. എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് പാകിസ്ഥാനികൾക്കും ചിലപ്പോൾ ഇത് ഏതെങ്കിലും വിധത്തിലൊരു ഇത് കിട്ടിയാലോ അവരും ചിലപ്പോൾ അങ്ങോട്ട് ഇതായി പോകും. ചിലപ്പോൾ കിട്ടിയിട്ടേ പ്രചോദനം ഉൾപ്പെടുത്തി ഇവിടുന്ന് തിരിച്ചടിക്കുമ്പോ അവരും തിരിച്ചടിക്കാനുള്ള ഇതില് ഇത് കണ്ടട്ടെ. അത്രയും പ്രചോദനം അവിടെ ആവശ്യമില്ലെന്ന് മിലിറ്ററി പറഞ്ഞു, അതുകൊണ്ടാണ് പോവാത്ത. പിന്നെ മോദി ചിലപ്പോൾ ചൈനനെ കടിക്കാനൊക്കെ തീരുമാനിക്കും. മോദിക്കൊക്കെ പ്രചോദനമാവും. മോഹൻലാലല്ലേ ഇറങ്ങിയേക്കുന്നത്? ലാലേട്ടൻ ഇറങ്ങി അറിയാമല്ലോ. കൂളിംഗ് ഗ്ലാസ് നെഞ്ചിനകത്ത്, കാലിനിടയിൽ, മൂക്കിനകത്ത് പൗരാരപ്പറവയുടെ മൂർത്തി ഇറങ്ങാൻ പോവാ. മൂർത്തി എന്താ പോകുന്നില്ലേ? കൊണ്ട് വിട്, ചെന്ന് കേറി കൊടുക്ക്. ഫോണിൽ ചടുക്ക അവിടെ ചെന്നിട്ട് കുറെ ഫോട്ടോഗ്രാഫർമാരെയും കൂട്ടിക്കോ. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അറിയത്തില്ലായിരിക്കും. അല്ലെങ്കിൽ ഏതാ ഇവിടെ ആൾ കൂടിയ പോലെ അവിടെ കൂടത്തില്ലെന്നറിയാം. ഇവിടുന്നേ കൊണ്ടുപോകണം കേട്ടോ. കൂടെ ആളെ ഫോട്ടോ സ്ഥിരമായിട്ട് ജിമ്മി വന്ന് ഫോട്ടോ എടുക്കുന്ന പയ്യനില്ലേ, അവനെ വിളിച്ചാൽ മതി. പാകിസ്ഥാനികളൊക്കെ ചിലപ്പോൾ ഇത് കണ്ടിട്ട് അവർ പറയും ഇവനെയൊക്കെയാണോ ഈ പട്ടാളക്കാർ സംരക്ഷിക്കുന്നത്? വേണ്ട, നമുക്ക് വിട്ടേക്കാണ്. ആർമിയുടെ ആൾക്കാരെ ഇവനൊക്കെയാണ്. അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ ഒരു യുദ്ധം ചെയ്താൽ ജയിക്കും എന്ന് പറഞ്ഞാൽ അവർ ഇറങ്ങി വരും. ഇതൊരു ടെക്നിക്കായിട്ട് ഉപയോഗിക്കാം. അതെ, തീവ്രവാദികളുടെ പേടി പോകുന്നു. ഇന്ത്യൻ മിലിറ്ററിയിലൂടെ പേടിയൊക്കെ നഷ്ടപ്പെടും. ഈ മോഹൻലാലിനെ കണ്ടു കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് പാകിസ്ഥാനികൾ വിചാരിക്കും ഇതെന്തായാലും ഇവനൊക്കെ ഈ വക സാധനങ്ങളൊക്കെയാണല്ലോ അവിടെ ഉള്ളത്. അപ്പൊ ഒന്നും പേടിക്കാനല്ല, നമുക്ക് അടിച്ചേക്കാന്ന് പറയും. മനസ്സിലായോ? അപ്പൊ അടിക്കാൻ ഇറങ്ങി കഴിയുമ്പോൾ ഇവിടുന്ന് നല്ല അടി തിരിച്ചടിക്കും. ഇതൊരു ടെക്നിക്കാണ്, ഇന്ത്യൻ ഗവൺമെന്റിന്റെ ടെക്നിക്കാണ്. മോഹൻലാലിനെ ഇറങ്ങി പറ്റിക്കാനുള്ള പരിപാടിയാണ്. മറ്റേ ഇതിട്ട് കൊടുക്കുന്നത്, ഇരയിട്ട് കൊടുക്കുന്നത്, ആടിനെ ഇട്ടിട്ട് ദിനോസറിനെ പിടിക്കുന്നത്. അതെ അതെ, ആ പരിപാടി എന്നെ സിനിമ സ്റ്റൈലല്ലേ അല്ലേ? അയ്യോ, ഇത്രയും വലിയ കേണൽ ഇവിടെ ഇരിക്കുക. അപ്പോഴും ഇവിടെ കണ്ട് എമ്പുരാന്നും പറഞ്ഞുകൊണ്ട് അവിടെ പോയി ഇറങ്ങണം കേട്ടോ. പോകാതിരിക്കരുതേ. അതാണ് രാജ്യസ്നേഹം. മറ്റേ മേജർ രവി എന്ന് പറഞ്ഞ രാജ്യസ്നേഹിയൊക്കെ കാണിക്കുന്ന പോലെ. പുള്ളി ചോദിച്ച ഏറ്റവും വലിയ കോമഡി എന്നാണെന്നറിയോ? സെൻസർ ബോർഡിൽ ഒരു രാജ്യസ്നേഹി പോലും ഇല്ലേന്ന്. ഈ പാഴ് ആദ്യ ദിവസം സിനിമ കണ്ടിട്ട് കൊള്ളാം സൂപ്പറാന്ന് പറഞ്ഞാണ് സെൻസർ ബോർഡിലുള്ളവർ അത് പറഞ്ഞില്ല എന്ന്. മനസ്സിലായോ? സൂപ്പറോടെ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് പൃഥ്വിരാജിന്. അങ്ങനെ ഏതെങ്കിലും സെൻസർ ബോർഡിൽ ആരെങ്കിലും പറഞ്ഞിട്ടാണ് പടം ഇറക്കി? ഈ മണ്ടർ എന്നിട്ട് വിളിച്ചു പറയുന്നത് അവിടെ എങ്ങും രാജ്യദ്രോഹികൾ ആരും ഇല്ല, അത് തന്നെ കുഴപ്പമാണ്. നിങ്ങളുടെ പേട്രിയോട്ടിസം എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന്. നിങ്ങളെ ഒന്ന് അടങ്ങ്. ഞാനാ സിനിമ കണ്ടിട്ടില്ലെന്ന് പറയുന്ന എല്ലാം കള്ളത്തരം. പറയുന്ന ആര്? മേജർ. നാണമുണ്ടോ മേജറാന്ന് രീതിയിൽ കാണിക്കാം. പട്ടാളക്കാർക്ക് മുഴുവൻ നാണക്കേട്. മേജർ